വിദ്യാഭ്യാസ രംഗത്ത് ഒട്ടേറെ പരിഷ്കാരങ്ങളുമായി UGC. ഇനി മുതൽ +2 പഠിച്ച് പൂർത്തിയായവർക്ക് ഇഷ്ടമുള്ള വിഷയം ഐച്ഛിക വിഷയമായി തങ്ങളുടെ PGക്കും അതുപോലെ തന്നെ UGക്കും, അതായത് ബിരുദ പ്രോഗ്രാമിനും ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമിനും ഇഷ്ടമുള്ള വിഷയം പഠിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബിരുദത്തിൻ്റെയും ബിരുദാനന്തര ബിരുദത്തിൻ്റെയും അടിസ്ഥാന മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്നതിൻ്റെ ചർച്ചകളുടെ കരട് രൂപം ഇപ്പോൾ UGC പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് UGC ഇത് പ്രസിദ്ധീകരിച്ചത്. ധാരാളം നിർദ്ദേശങ്ങളടങ്ങുന്ന വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന, വിദ്യാർത്ഥികളെ പെട്ടെന്ന് സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ പഠനരംഗത്ത് മാറ്റം വരുത്തുന്ന സമൂല പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ UGC നിർദ്ദേശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ NEP-യുടെ വരവിന് ശേഷം ധാരാളം മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെ സംബന്ധിച്ചുമൊക്കെ ധാരാളം ആശങ്കയും ഉയർന്നു വരുന്നുണ്ട്. പലപ്പോഴും ധാരാളം കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യത്തേക്കൊക്കെ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മാറ്റങ്ങൾ എത്രത്തോളം വിദ്യാർത്ഥികൾക്ക് അനുകൂലമാകും പ്രതികൂലമാകും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഏറ്റവും പ്രധാനമായി 3-4 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇപ്പോൾ ഈ അടിസ്ഥാന മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്നതിൻ്റെ ഭാഗമായി UGC നിർദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഒന്നാമതായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ +2 ഏത് വിഷയം പഠിച്ചാലും ബിരുദ പ്രോഗ്രാമിനും ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമിനും ഇനി ഇഷ്ടമുള്ള വിഷയം പഠിക്കാം എന്നുള്ളതാണ് പ്രത്യേകത. ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നോ അഥവാ സയൻസ് വിഷയം പഠിക്കുന്നോ എന്നൊന്നും വ്യത്യാസമില്ലാതെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം +2 പഠിച്ചു കഴിഞ്ഞാൽ ബിരുദത്തിന് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായി ഉയരുന്ന ചോദ്യം, അങ്ങനെ വന്നാൽ എങ്ങനെ ശരിയാവും? ഒരു ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു കുട്ടി സയൻസിലേക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് അത് ധാരാളം പ്രശ്നങ്ങളില്ലേ എന്ന് തോന്നും. എന്നാൽ അവിടെ ഒരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡം ദേശീയ തലത്തിൽ നടത്തുന്ന പരീക്ഷയിലോ അല്ലെങ്കിൽ സർവകലാശാല നടത്തുന്ന എൻട്രൻസ് പരീക്ഷകളിലോ, ഇതിനായി പ്രത്യേക ചില പരീക്ഷകൾ നടത്തുന്നു എന്നുള്ളതാണ്. ദേശീയ തലത്തിൽ ഒരു എൻട്രൻസ് നടത്താം, ചിലപ്പോൾ സർവകലാശാലകൾ നേരിട്ട് എൻട്രൻസ് നടത്താം. അതിൽ ഒരു മിനിമം മാർക്ക് നേടുന്നവർക്ക് മാത്രമേ ആ പ്രവേശന യോഗ്യതയുണ്ടാകൂ എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇവരുടെ പ്രവേശനം ഒരു യോഗ്യതാ പരീക്ഷ വഴി നിശ്ചയിക്കുന്നു എന്നുള്ളതാണ്. അത് വിദ്യാർത്ഥികൾക്ക് വളരെ ആശ്വാസമാണ്. മുമ്പൊക്കെ പലപ്പോഴും ഒരു വിഷയം പഠിച്ചിട്ട് മറ്റൊരു വിഷയത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ, കാരണം നമ്മൾ കാലാകാലങ്ങളായി പഠിച്ചു വരുമ്പോൾ നമ്മുടെ ചിന്താഗതികൾ മാറും, നമ്മുടെ ഇഷ്ടങ്ങൾ മാറും. അപ്പോൾ അതിനനുസരിച്ച് ഒരു വിദ്യാർത്ഥിക്ക് ഒരുപക്ഷെ കൂടുതൽ ഐച്ഛികമായി മറ്റൊരു വിഷയം പഠിക്കണമെന്ന് വന്നാൽ നിലവിൽ അങ്ങനെ ഒരു സാഹചര്യം വളരെ ലിമിറ്റഡ് ആയിരുന്നു, അതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനെ മാറ്റിമറിച്ചുകൊണ്ട് ഇഷ്ടമുള്ള വിഷയം ഇനി +2 പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കാം എന്നുള്ളൊരു അവസരം ഇത് കൊടുക്കുന്നു. 2 നിബന്ധനകൾ മാത്രമേ ഉള്ളൂ. ദേശീയ പരീക്ഷ പാസ്സായിരിക്കണം, ഒപ്പം ചിലപ്പോൾ സർവകലാശാല നടത്തുന്ന എൻട്രൻസ് പരീക്ഷകളും ഉണ്ടാവും, അതും പാസ്സായിരിക്കണം. ഇതാണ് ഒന്നാമത്തെ നിർദ്ദേശം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശമായിട്ട് വരുന്നത് 2 തവണ വർഷത്തിൽ പ്രവേശനം നേടാം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, പ്രവേശനമൊക്കെ നേടി ഏതാണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ക്ലാസ് തുടങ്ങുന്ന അർത്ഥത്തിൽ അവിടെ ഒരു മധ്യ സമയത്താണ് പ്രവേശനം നടത്തുന്നത്. എന്നാൽ ഇനി മുതൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും അതുപോലെ തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിലോ അല്ലെങ്കിൽ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലോ ഒക്കെ ആയി മറ്റൊരു പ്രവേശനം, ഇങ്ങനെ 2 സമയത്ത് പ്രവേശനം നേടാം എന്നുള്ളത് ഇതും വളരെ വലിയ ഒരു സഹായമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു വിഷയം പോവുകയോ ഒക്കെ പിന്നീട് എഴുതിയെടുക്കുകയോ ഒക്കെ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 1 വർഷം കാത്തിരിക്കേണ്ടുന്ന കാര്യം ഇല്ല എന്നുള്ളതാണ്. അവർക്ക് ഉടനെ തന്നെ മറ്റൊരു കോഴ്സിന് ചേരുവാനുള്ള അവസരം കിട്ടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വർഷത്തിൽ 2 തവണ പ്രവേശനം നേടാം എന്നുള്ള ഒരു നിർദ്ദേശവും വരുന്നുണ്ട്. മൂന്നാമത് കുട്ടികളുടെ ഹാജരുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ തന്നെ അറിയാം, പല കുട്ടികൾക്കും ഇപ്പം കേരളത്തിലാണെങ്കിൽ പലപ്പോഴും 70% 75% ഹാജരൊക്കെ പല വിദ്യാർത്ഥികളും നിർബന്ധമാണ്. അതില്ല എങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ചില നടപടിക്രമങ്ങൾ അവർ ആക്കിയെങ്കിൽ മാത്രമേ അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയൂ എന്നുള്ളതാണ്. എന്നാൽ ഈ കുറഞ്ഞ ഹാജർ നില എത്ര വേണം എന്നുള്ളത് നേരത്തെ നിശ്ചയിച്ചിരുന്നത് സർവകലാശാലകളാണെങ്കിൽ ഇനി അത് മാറി സർവകലാശാലകൾക്കോ കോളേജുകൾക്കോ, അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകൾക്കോ സർവകലാശാലകൾക്കോ എത്ര ഹാജർ വേണം ഒരു കുട്ടിക്ക്, കുറഞ്ഞ നിലവാരം എത്ര വേണം ഒരു കുട്ടിക്ക് പരീക്ഷ എഴുതാൻ എന്നുള്ള തീരുമാനമെടുക്കാം. നേരത്തെ അത് സർവകലാശാലയ്ക്കായിരുന്നു അതിനുള്ള അവകാശമെങ്കിൽ ഇപ്പോൾ കോളേജുകൾക്കും അഫിലിയേറ്റഡ് കോളേജുകൾക്കുമെല്ലാം ഇത് തീരുമാനിക്കുള്ള സ്വാതന്ത്ര്യം നൽകുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ നിർദ്ദേശം. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്നത് പരീക്ഷയിൽ ധാരാളം സ്വാതന്ത്ര്യങ്ങൾ വരാൻ പോവുകയാണ്. അത് ഓഫ്ലൈൻ വേണോ, ഓൺലൈൻ വേണോ, ഹൈബ്രിഡ് മോഡിൽ നടത്തണോ, എങ്ങനെ വേണം എന്നതിനൊക്കെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയിൽ ധാരാളം
സമൂലമായ പരിഷ്കാരങ്ങൾ വരാൻ പോവുകയാണ്. ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഓപ്പൺ ബുക്ക് പരീക്ഷകൾ വരെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഒരു പരീക്ഷാ സമ്പ്രദായം എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള തീരുമാനമാണ്. കാരണം ഏത് തരത്തിൽ പരീക്ഷ നടത്തണം എന്നുള്ളത് സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യക്തമായി തീരുമാനിക്കുവാൻ സർവകലാശാലകൾക്കൊക്കെ അധികാരം നൽകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതും വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ്. മറ്റൊന്ന് ഇന്റേൺഷിപ്പാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, ഒരു ബിരുദ പഠനത്തിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇന്റേൺഷിപ്പ് വളരെ നിർണായകമായിട്ടുള്ള ഘടകമാണ്. ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാത് പഠിപ്പിക്കുന്ന സർവകലാശാലകളോ അല്ലെങ്കിൽ അതേപോലുള്ള മറ്റൊരു സർവകലാശാലകളിലോ ചെയ്യുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് നല്ല കഴിവുള്ള മികച്ച വിദ്യാർത്ഥികളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. നല്ല സ്കില്ലുള്ള കുട്ടികളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി ധാരാളം പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചെങ്കിലും അതൊന്നും കാര്യമായി നടപ്പിലാക്കുകയോ അല്ലെങ്കിൽ അതൊന്നും ഉദ്ദേശിക്കുന്ന അത്ര ഫലപ്രാപ്തിയിലോ എത്തുന്നില്ല എന്നുള്ളൊരു വിമർശനവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്കില്ലൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ധാരാളം നിർദ്ദേശങ്ങൾ UGC നൽകിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടി പഠിക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഡസ്ട്രി മേഖലയിൽ അവർക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് വിദേശ നയം പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ കോൺസുലേറ്റുകളിലോ എംബസികളിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പോലെയുള്ള ബോഡികളിലോ ഒക്കെ പോയി ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരമാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല സയൻസ് പഠിക്കുന്ന ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഒരു വ്യവസായശാലയുമായി ബന്ധപ്പെടുത്തി, കെമിസ്ട്രി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളോ അല്ലെങ്കിൽ ഡ്രഗ് മേക്കിംഗ് കമ്പനികളോ, ഇങ്ങനെ പല തരത്തിലുള്ള വ്യവസായശാലകളുമായൊക്കെ സഹകരിച്ചുകൊണ്ട് അവിടെയൊക്കെ കുട്ടികൾക്ക് ഒരു പ്രായോഗികമായ പരിശീലനം കൂടി കിട്ടുന്ന തരത്തിൽ ഇന്റേൺഷിപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ്. ആ ഇന്റേൺഷിപ്പ് മെച്ചപ്പെടുത്തുക, അതിനുവേണ്ടി ക്രെഡിറ്റ് നൽകുക, അതിലൊരു അതൊരു പരീക്ഷയൊക്കെ പാസ്സാക്കുന്നതിൻ്റെ നിർണായക ഘടകമായി മാറ്റുക എന്നുള്ള നിർദ്ദേശവും UGCയുടെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കോഴ്സുകൾ പുതുതായി നിർദ്ദേശിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതും ഒരു UGC കൊടുക്കുന്ന ചില നൂതനമായ നിർദ്ദേശങ്ങളാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പൊതുവെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വ്യവസായങ്ങൾക്ക് ആവശ്യമുള്ള സ്കില്ലുകളുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായി വരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, വ്യവസായങ്ങളൊന്നും ഈ മേഖലയിൽ വേണ്ടത്ര, വിദ്യാഭ്യാസ മേഖലയിൽ വേണ്ടത്ര വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി ഉണ്ടാകുന്നു. ഇപ്പോൾ വിദേശ സർവകലാശാലകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പല സർവകലാശാലകളും കോഴ്സുകൾ തുടങ്ങുന്നതിനും ചെയറുകൾ സ്ഥാപിക്കുന്നതിനും ഗവേഷണങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനും ഒക്കെ അവിടുത്തെ വ്യവസായശാലകൾ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു നയമാണ്. അതിനുവേണ്ടി സർക്കാർ മുൻകൈ എടുക്കുന്നു. UGCയുടെ ഈ നിർദ്ദേശം വളരെ കുട്ടികൾക്ക് സഹായം ചെയ്യും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് ഒരേ സമയം 2 കോഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ സമയത്ത് ഒരു സമയം ഒരു ഡിഗ്രി കയറുന്ന ഒരു കോഴ്സ് മാത്രം അത് പഠിച്ച് പൂർത്തിയായെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരു കോഴ്സ് പഠിക്കാൻ കഴിയും. എന്നാൽ ഒരേ സമയം 2 UGയോ ഒരേ സമയം 2 PGയോ ഒക്കെ പഠിക്കുവാനുള്ള ഒരു നിർദ്ദേശവും UGC മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ അറിയാം ഇപ്പോൾ 2 തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് ഡിഗ്രിക്കൊക്കെ നടക്കുന്നത്. ഒന്നുകിൽ 3 വർഷ പ്രോഗ്രാം അല്ലെങ്കിൽ 4 വർഷ പ്രോഗ്രാം എന്നുള്ളതാണ്. 3 വർഷം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 6 സെമസ്റ്ററുകൾ വരും. എന്നാൽ ഇത് ക്രെഡിറ്റുകൾ സ്വന്തമാക്കുന്നത് വഴി ഒരു വിദ്യാർത്ഥിക്ക് ആവശ്യത്തിനുള്ള ക്രെഡിറ്റുകൾ നേരത്തെ പരിശ്രമിച്ചാൽ ഈ 6 സെമസ്റ്റർ കൊണ്ട് പൂർത്തിയാക്കേണ്ടുന്ന കോഴ്സുകൾ 5 സെമസ്റ്ററുകൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. അതായത് 8 സെമസ്റ്റർ കൊണ്ട് പൂർത്തിയാക്കേണ്ടുന്ന കോഴ്സുകൾ വേണമെങ്കിൽ കുട്ടിക്ക് 6 സെമസ്റ്ററുകൾ കൊണ്ട് ആവശ്യത്തിനുള്ള ക്രെഡിറ്റുകൾ പൂർത്തിയാക്കാം എന്നുള്ളൊരു നിർദ്ദേശവും വരുന്നുണ്ട്. ചുരുക്കത്തിൽ 4 വർഷം കൊണ്ട് അവസാനിപ്പിക്കേണ്ടുന്ന കോഴ്സ് ഒരു വിദ്യാർത്ഥി മനസ്സുവെച്ചാൽ 3 വർഷം കൊണ്ട് 1 വർഷം ലാഭിക്കാം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി വരുന്നുണ്ട്. മറ്റൊരു വലിയ നിർദ്ദേശം വന്നിട്ടുള്ളത്, അതായത് ഫിസിക്സും മാത്സും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിശ്ചയ ശതമാനം മാർക്കുണ്ട്. 4 വർഷ ഓണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാമാണ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ, 4 വർഷം ഓണേഴ്സ് റിസർച്ച് പ്രോഗ്രാമാണ് അവർ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് നേരിട്ട് MTech പ്രോഗ്രാമിനും ഒക്കെ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശവും UGCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം തന്നെ +2 കഴിയുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സഹായകരമായിട്ടുള്ള മാറ്റങ്ങളാണെന്ന് മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ ഒരു വിദ്യാർത്ഥിയുടെ കഴിവിനെ വർദ്ധിപ്പിക്കുന്നതിനും കഴിവുള്ള കുട്ടികൾക്ക് കൂടുതൽ ക്രെഡിറ്റ് ആർജിച്ച് തങ്ങളുടെ വിദ്യാഭ്യാസം പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിനും വ്യവസായശാലകളുമായിട്ടുള്ള ബന്ധമൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഗവേഷണവും വ്യവസായവും ഒക്കെ അടങ്ങുന്ന ഇന്ത്യയുടെ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും ഒക്കെ ഉദ്ദേശം വെച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ഈ കോഴ്സുകളൊക്കെ നടപ്പിലാക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രായോഗികത കൂടി ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ
വേണ്ടത്ര പഠനങ്ങൾ നടപ്പിലാക്കി അവിടുത്തെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോയാൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾ UGCക്ക് കൊണ്ടുവരാനാകും എന്ന് തന്നെയാണ് കരുതുന്നത്. പലപ്പോഴും പുതിയ വിദ്യാഭ്യാസ നയമൊക്കെ പല അർത്ഥത്തിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. ആ വിമർശിക്കപ്പെടുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി കരുതുന്നത് പലപ്പോഴും വേണ്ടത്ര ചർച്ചകൾ അല്ലെങ്കിൽ കൂടിയാലോചനകൾ ഇല്ലാതെ നടത്തുന്നു എന്നുള്ള ആക്ഷേപമാണ്. എന്നാൽ അങ്ങനെ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. UGC പലപ്പോഴും അഭിപ്രായങ്ങൾ തേടാറുണ്ട്. ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ UGC ചോദിക്കാറുണ്ട്. ഇപ്പോഴിതാ ഈ മാറ്റത്തിന് പിന്നിലും UGC പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കുവാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 23-ാം തീയതി വരെ പഠിക്കുന്ന വിദ്യാർത്ഥിക്കോ അധ്യാപകർക്കോ അധ്യാപക സംഘടനകൾക്കോ ഒക്കെ ഈ തീരുമാനങ്ങളിൽ അഭിപ്രായം അറിയിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൂടി നൽകിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായിട്ടുണ്ടാകുന്ന ഈ മാറ്റങ്ങളിൽ നമുക്ക് നമ്മുടെ അറിവും നമ്മുടെ അനുഭവവും പങ്കുവെക്കാനുള്ള അവസരവും നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടി പറഞ്ഞാൽ ഈ +2 പരീക്ഷ പൂർത്തിയായി വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവസരങ്ങളും പഠിക്കുന്ന വിഷയങ്ങളുടെ ചോയ്സുകളും ധാരാളമായി അവരുടെ മുന്നിലേക്ക് വരുന്നു. ഇനി വിദ്യാർത്ഥികൾക്ക് കരുതലോടുകൂടി തങ്ങളുടെ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. എന്തായാലും ഈ സമൂലമായ മാറ്റങ്ങൾ എത്രയും പെട്ടെന്ന് കാര്യക്ഷമതയോട് നടപ്പിലാക്കി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ ശക്തമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങളോടൊപ്പം ഞാൻ.